തനിക്കെതിരായ VSന്റെ പരസ്യ പ്രസ്താവനകൾ വിലക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജി കോടതി തള്ളി. മാനനഷ്ട കേസ് നിലനിൽക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കോടതി. നാണമില്ലാത്തവർക്ക് ഉടുതുണി കൊടുക്കുന്ന തുണിക്കടയല്ല കോടതിയെന്ന് VS അച്യുതാനന്ദൻ. വിധി കൊണ്ട് ക്ഷീണമില്ലെന്ന് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിക്കും 3 മന്ത്രിമാർക്കുമെതിരായ ഡിജിറ്റൽ തെളിവുകൾ സോളാർ കമ്മീഷനിൽ ഹാജരാക്കിയതായി സരിത എസ് നായർ. ശ്രീധരൻ നായരുമൊത്ത് മുഖ്യമന്ത്രിയെ കാണുന്ന ദൃശ്യങ്ങളും കൈമാറി. KC വേണുഗോപാലും AP അനിൽകുമാറുമായുള്ള ശാരീരിക ബന്ധത്തിന്റെ ദൃശ്യങ്ങളും അടൂർ പ്രകാശുമായുള്ള സംഭാഷണവും പെൻഡ്രൈവിലുണ്ടെന്ന് സരിത. കേരളം വിധിയെഴുതാൻ ഇനി 3 ദിവസം മാത്രം. വോട്ടുറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. 100-ലധികം സീറ്റ് നേടുമെന്ന് പിണറായി വിജയൻ. BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് AK ആന്റണി. പത്തനാപുരത്ത് മോഹൻലാൽ പ്രചാരണം നടത്തിയതിൽ പ്രതിഷേധിച്ച് സലിം കുമാർ അമ്മയിൽ നിന്ന് രാജിവെച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ അപകീർത്തികരമായ പ്രസ്താവനകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. ആവശ്യം അംഗീകരിക്കുന്നത് VS അച്യുതാനന്ദന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കോടതി പറഞ്ഞു. ഭരണ സംവിധാനത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയാണെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ സമർപ്പിച്ച മാനനഷ്ട കേസ് പരിഗണിക്കവെയാണ് VSന്റെ പ്രസ്താവനകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉപഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയാണ് ഇന്ന് നടന്ന പ്രത്യേക വാദത്തിനൊടുവിൽ കോടതി തള്ളിയത്. ഭരണപരമായ തീരുമാനങ്ങളെടുക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. അത്തരം തീരുമാനങ്ങളിലെ അപാകത പൊതുജനമധ്യത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ഇതിന്റെ പേരിൽ VSന്റെ പ്രസ്താവനകൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു. വിശേഷിച്ചും ഫ്രീഡം ഓഫ് സ്പീച്ച് of a opposition leader cannot be restrained at this stage. അതാണ് വളരെ ഹൈലൈറ്റ് പറയാനുള്ളത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഈ സ്റ്റേജിൽ ഇപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്, തടസ്സപ്പെടുന്നത് ഒരിക്കലും ശരിയല്ല. ചുരുക്കി പറഞ്ഞാൽ കോടതികളെ രാഷ്ട്രീയക്കാർക്ക് കളിക്കളമാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നേരത്തെയുള്ള കോടതി വിധി അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ വിധി. അതേസമയം ഉപഹർജി തള്ളുന്നതിലൂടെ മുഖ്യമന്ത്രിക്കെതിരായ VSന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണെന്നോ അല്ലെന്നോ അർത്ഥമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ വിചാരണ കോടതി പരിശോധിക്കും. പ്രതിപക്ഷ നേതാവ് ആരോപിച്ച 31 കേസുകൾ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നുള്ള തീരുമാനം ഇപ്പോൾ എടുക്കുന്നത്, അതായത് ഒബ്സർവ് ചെയ്യുന്നില്ല. അത് വിചാരണ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഇന്നത്തെ IAയിലുള്ള എന്ന് വെച്ചാൽ ഇടക്കാല ഉത്തരവിന് വേണ്ടി കൊടുത്ത പരാതി. അത് താൽക്കാലികമായി സാങ്കേതികമായി തള്ളി. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് 31 കേസ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളതിനുള്ള ഒബ്സർവേഷൻ ഇല്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും തുല്യ അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞ കോടതി VS അച്യുതാനന്ദന്റെ പ്രസ്താവനയിലൂടെ ഉമ്മൻചാണ്ടിക്ക് അപരിഹാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും നിരീക്ഷിച്ചു. അൽ അമീൻ, മീഡിയ 1, തിരുവനന്തപുരം. നാണമില്ലാത്തവന് ഉടുതുണി കൊടുക്കുന്ന തുണിക്കടയല്ല കോടതിയെന്ന് VS അച്യുതാനന്ദന്റെ ട്വീറ്റ്. ആണത്തമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അധികാരമൊഴിയണം. ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും ഉമ്മൻചാണ്ടി തോറ്റെന്നും VS പിന്നീട് പാലക്കാട് പ്രതികരിച്ചു. മാനമുണ്ടെങ്കിൽ, ആണത്വമുണ്ടെങ്കിൽ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് വേണ്ടത്. കോടതി വിധിയിൽ ക്ഷീണമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. VS മുമ്പ് പറഞ്ഞതൊക്കെ അഭിഭാഷകന് ഇന്ന് കോടതിയിൽ മാറ്റി പറയേണ്ടി വന്നു. പരാതി സംബന്ധിച്ച പ്രധാന ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. ഒരു ക്ഷീണവുമില്ല. കൊടുത്ത കേസ് അത് നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഉപഹർജി അത് ഇന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ വന്നേച്ച് പറഞ്ഞു കേസുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പരാതിയാണുള്ളത്, ആരോപണമാണുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ തന്നെ രാവിലെ പറഞ്ഞു. നിങ്ങളെല്ലാ മീഡിയയിലും അത് കൊടുത്തതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന്റെ വക്കീൽ മാറ്റി പറഞ്ഞിരിക്കുക. കോൺഗ്രസ് നേതാവ് പ്രൊഫസർ G. ബാലചന്ദ്രൻ, CPM നേതാവ് ശ്രീ CP നാരായണൻ MP എന്നിവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ അഭിഭാഷകൻ, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ CP നാരായണൻ, കേസുണ്ട്, 31 കേസുകളുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായി എന്ന് പരസ്യമായി പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ച, പിന്നീട് ലേഖനമായി എഴുതിയ VS അച്യുതാനന്ദൻ അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്ന നിലപാട് മാറ്റത്തിലേക്ക് കോടതിക്കകത്ത് വന്നു. അതുകൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിതൊന്നും ക്ഷീണമല്ല എന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയല്ലേ നിലനിൽക്കുക? അദ്ദേഹത്തിന് ഏത് നിലക്കാണ് ഇപ്പോഴത്തെ കോടതി വിധി ക്ഷീണമാകുന്നത്, അദ്ദേഹത്തിനുള്ള തിരിച്ചടിയാകുന്നത്?
അല്ല, അത് ഈ നമ്മൾ സാങ്കേതിക മറ്റേ കോടതിയിൽ പോകുമ്പോൾ കോടതിയിൽ പറയുന്ന കേസും ഒരു പരാതി കൊടുത്തു, അത് കോടതിയുടെ ഇപ്പോൾ ഇവിടെ ഈ അഴിമതി കേൾക്കുന്ന കോടതികളുണ്ട് ഇവിടെ, ലോകയുക്ത പോലെ. അത്തരം കോടതികളുടെ മുമ്പിൽ ഒരുപാട് പരാതികൾ മുഖ്യമന്ത്രിയെക്കുറിച്ചുണ്ട്. അതിനെ കേസ് എന്ന രീതിയിലാണ് VS പറഞ്ഞത്. VS വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് കേസ് എന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ട് അത് ഒരു കേസായിട്ട് ഈ കോടതി ഭാഷയിൽ പറയുമ്പോൾ അത് കേസായോ ഇല്ലയോ എന്ന് VS പറഞ്ഞതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചിട്ടുള്ള ആവശ്യം ഇതിന് മുമ്പൊരു തവണയും അത് നിഷേധിച്ചാണല്ലോ, ഇപ്പോൾ വീണ്ടും നിഷേധിച്ചു. അപ്പോൾ അത് തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിന് കാരണം ചില ആരോപണങ്ങൾ, അത് കേസായിട്ട് വരാവുന്ന ആരോപണങ്ങൾ, അത് ലോകയുക്തിയുടെ മറ്റുള്ള കോടതിയുടെ മുമ്പിലിരിക്കുന്ന ആരോപണങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കോടതിയുടെ മുമ്പിൽ അതിനെപ്പറ്റി തെളിവുകൾ വരട്ടെ എന്ന് അതിനുശേഷം അതിനെ സംബന്ധിച്ച് ഒരു വിധി പറയാം. ഞാൻ തിരിച്ചു വരാം ശ്രീ CP നാരായണൻ, താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ, രാഷ്ട്രീയമായി ഇത്തരം ആരോപണങ്ങൾ, ഗൗരവതരമായ ആരോപണങ്ങൾ, കേസ് എന്ന സാങ്കേതികമായി പൂർണ്ണമായി ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ലെങ്കിൽ പോലും ഇത്രയധികം ആരോപണങ്ങളുണ്ട് എന്ന് ഇനിയും പറഞ്ഞു നിൽക്കാം പ്രതിപക്ഷ നേതാവിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത്. പക്ഷേ കോടതിക്കകത്ത് കാര്യങ്ങളെ നിശിതമായി കറുപ്പും വെളുപ്പുമായി നിർത്തി പരിശോധിക്കുന്ന, നിയമപരമായി പരിശോധിക്കുന്ന ആ ഇടത്ത് മുഖ്യമന്ത്രിക്കെതിരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഹർജി തള്ളുകയാണ് ചെയ്തതെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിച്ച വാദം, അതായത് എനിക്കെതിരെ കേസുകളില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറയുന്നതോടുകൂടി എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാദം, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നിലനിൽക്കുന്നതല്ലേ? കോടതിക്കകത്ത് നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ കാണേണ്ടതല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പല കാര്യങ്ങളും പറയും. അദ്ദേഹത്തിന് ഈ ഒരു ഉപഹർജിയുമായിട്ട് കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യം എന്തായിരുന്നു? എന്തെങ്കിലും അത് പോയി ഒരു ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമുണ്ടോ, അപരിഹാര്യമായ നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ഇങ്ങനെ VS അച്യുതാനന്ദനെ അപകീർത്തികരമായ ശബ്ദമുണ്ടാക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് കോടതി പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയും. നമ്മുടെ മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്നത് എല്ലാം സുതാര്യമാണെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ പറയും എനിക്ക് ധാർമ്മികതയോടൊന്നും വലിയ പ്രതിബദ്ധതയില്ല, എനിക്ക് മനസ്സാക്ഷി മാത്രമേ ഉള്ളെന്ന് പറയും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും ജനം ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയും. ഇതൊന്നും അല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിനെ കാണുന്നത് ഇതൊരു സിവിൽ കേസ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോടതി അദ്ദേഹം 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് VS അച്യുതാനന്ദനെതിരായിട്ട് കൊടുത്തതാണ്. VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് അപകീർത്തികരമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് കോടതി കൊടുത്തു. കോടതി സമൻസ് അയച്ച് വരുത്തി വിചാരണ ചെയ്ത് അപകീർത്തികരമായി മറ്റ് ന്യായീകരണങ്ങളില്ലാതെ ആണ് VS അച്യുതാനന്ദൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്ന് കണ്ടാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചേനെയും. അതിനകത്ത് സ്ഥിരമായിട്ട് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ട് പറയുന്നത് തടയണം എന്നൊരു നിവൃത്തി ചോദിച്ചിട്ടില്ല. വെക്കേഷനാണ്, ഇപ്പോൾ കോടതി വെക്കേഷനാണ്. ആ കോടതി സിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും തിരുവനന്തപുരം അഡീഷണൽ ഡിസ്ട്രിക്റ്റ് കോടതിയിൽ ഒരു ഇടക്കാല ഹർജിയുമായിട്ട് പോവുകയാണ്. ഇങ്ങനൊരു ഇടക്കാല ഉത്തരവ് വേണം. ഇടക്കാല ഉത്തരവ് കൊടുക്കാൻ തന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നൊരു പ്രൈമ ഫേസി കേസ്, പ്രത്യക്ഷത്തിൽ പ്രാരംഭത്തിൽ കേസ് വേണം. 2 ഒരു അപരിഹാര്യമായ നഷ്ടം ഉണ്ടെന്ന് പറയണം. 3 ഒരു ബാലൻസ് ഓഫ് കൺവീനിയൻസ്, ഇത് നിരോധനം തരുന്നതിലാണെന്ന് പറയണം. ഇതുപോലും ഇതിനകത്ത് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പൗരനെ അവരുടെ അഭിപ്രായം പറയുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് എൻ്റെ അപകീർത്തി വരാതെ നോക്കണം എന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല. ഇന്ന് തന്നെ സുപ്രീം കോടതിയുടെ വിധി രാവിലെയാണെന്ന് വന്നു. കാരണം ഇത് ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. ജീവിക്കാനുള്ള അവകാശം
എന്ന് പറയുന്നത് പ്രകടന സ്വാതന്ത്ര്യത്തിന് വിധേയമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ശരി, അഭിപ്രായ പ്രകടനം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? തെറ്റാണ്. അത് രണ്ട് തരത്തിൽ നീങ്ങാം. ഒന്ന് ക്രിമിനൽ കേസ് കൊടുക്കാം. 499, 500 വകുപ്പ് IPC അനുസരിച്ച് അങ്ങനെ തെറ്റായ അപകീർത്തികരമായ കാര്യം പറഞ്ഞാൽ ശിക്ഷിക്കാം. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. ഇത് വിചാരണ ചെയ്ത് വായിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ പറയുന്ന ഇത് തടയണം. ഇലക്ഷൻ കാലമായതുകൊണ്ടാണല്ലേ മുഖ്യമന്ത്രി പോയത്. പറയുന്നത് തടഞ്ഞില്ലെന്ന് മാത്രമല്ല, ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇത് കേസ് എന്ന് പറഞ്ഞു പോയ ഒരു അപകടമാണോ അല്ലേ? എല്ലാവരും കോടതിയിലേക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്നത് കേസ് കൊടുക്കാനാണ്. കേസ് കൊടുക്കാൻ വക്കീലിൻ്റെ അടുത്ത് ആളുകൾ വരുന്നു, കക്ഷികൾ വരുന്നു. അത് കേസ് അപ്പോൾ അതിന് മുമ്പ് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കേസെന്ന് പറഞ്ഞാൽ ഒരു തർക്ക വിഷയമുണ്ട്, ആരോപണങ്ങളുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. തർക്കങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ടെന്ന് തന്നെ അർത്ഥം. അതിൽ കവിഞ്ഞ് അതിന് വലിയ ഇപ്പം അങ്ങനെയാണെങ്കിൽ കേസെന്ന് പറയുമ്പോൾ കോടതിയിൽ കേസെന്നൊരു പരാമർശം മിക്കവാറും ഇല്ല. ഇത് CC എന്നിട്ടൊരു കലണ്ടർ കേസ്, ക്രിമിനൽ കേസിൽ പറയും കലണ്ടർ കേസ്. ഇപ്പം മുഖ്യമന്ത്രി കൊടുത്ത കേസിന് മുനിസിപ്പൽ കോടതി കിട്ടുന്ന നമ്പറിൽ എന്താ പറയുന്നത്? ഒറിജിനൽ സൂട്ട് എന്നാണ് പറയുന്നത്. അവിടെ കേസ് എന്നൊരു പദപ്രയോഗമേ ഇല്ല. ഇന്നിപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷൻ ഇൻ്ററീം ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഹൈക്കോടതി വരുമ്പോൾ റിട്ട് പെറ്റീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒറിജിനൽ പെറ്റീഷൻ എന്ന് പറയും. ഇങ്ങനെ പല പേരിലാണ് ഓരോ കേസുകളും കോടതി ഫയൽ ചെയ്തിരിക്കും. അതിന് പ്രത്യേക ഒരു നമ്പരൊക്കെ കൊടുക്കും. അപ്പോൾ കേസ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു എന്നൊന്നും ആരോപണം ഉന്നയിച്ചില്ല. പിന്നെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പറയുന്ന എല്ലാ കാര്യവും സത്യമാകണമെന്നോ അല്ലെങ്കിൽ അതിന് മറുപടി ഇല്ലെന്നോ ഒന്നും അർത്ഥമില്ല. മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം ഉമ്മൻചാണ്ടിക്കുണ്ട്. ഒരു പക്ഷേ ഇതിനവിടെ അദ്ദേഹം പലതവണ മറുപടി പറഞ്ഞു. അത് കേട്ടിട്ട് ജനം തീരുമാനിക്കട്ടെ. സാധാരണഗതിയിൽ നമ്മൾ ജനകീയ കോടതിയിലൊക്കെ പോകുന്നല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം വീമ്പിളക്കുന്നത്. ജനം തീരുമാനിക്കട്ടെ. അത് കുറച്ചുകൂടെ വിശദമായി അച്യുതാനന്ദൻ പത്രങ്ങളിലും ഒക്കെ എഴുതിയതായിട്ട് ഞാൻ കണ്ടു. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ജനം വിശ്വസിക്കുന്നെങ്കിൽ അവർ തീരുമാനിച്ചോട്ടെ. അവർക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാം, ഇല്ലെങ്കിൽ വിമർശിക്കാം. അതിന് പകരം ഇനി അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ എന്തിടപാടാ? അങ്ങനെ ഒരു പറ്റുമോ? ഒരാൾ സംസാരിക്കാൻ പാടില്ല, അഭിപ്രായം പറയാൻ പാടില്ല. അഭിപ്രായം പറഞ്ഞാൽ ക്രിമിനൽ കേസ് എടുക്കാൻ പാടില്ലെന്നാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സുപ്രീം കോടതിയിൽ ആളുകൾ പോയത്. അത് ക്രിമിനൽ കേസ് എടുക്കാൻ പാടില്ല. സുപ്രീം കോടതി ക്രിമിനൽ കേസ് എടുക്കാം. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ പ്രധാനം തന്നെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പ്രൊഫസർ ബാലചന്ദ്രൻ, താങ്കൾക്ക് കൂടെ അതറിയുന്നതാണ്. അതായത് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. VS അച്യുതാനന്ദൻ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കണം എന്നാവശ്യപ്പെട്ടാണല്ലോ ഉമ്മൻചാണ്ടി കോടതിയെ സമീപിച്ചത്. അങ്ങനെ ചെയ്താൽ അത് VSന്റെ അവകാശങ്ങളിന്മേലുള്ള കടന്നുകയറ്റമാകും, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാകും എന്നത് പ്രാഥമികമായി, അത് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രാഥമികമായ ഒരു നോട്ടത്തിൽ തന്നെ നമുക്കങ്ങനെ തോന്നുകയില്ല. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നത് തന്നെ അതിൽ തന്നെയില്ലേ ഒരു അധാർമികത? ഇതിപ്പോൾ കോടതി തന്നെ ആ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിയമപരമായിട്ടുള്ള, ധാർമ്മികത പരിഗണിച്ചുള്ള നിയമപരമായിട്ടുള്ള ഗ്രൗണ്ട് പരിശോധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം ആയിരിക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്തിന് ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യണമായിരുന്നു? രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നതിന് രാഷ്ട്രീയമായ മറുപടികൾ കൊടുക്കുക, ജനകീയ കോടതി അതിന്മേൽ എന്ത് തീരുമാനമെടുക്കുന്നുവെന്ന് കാത്തിരുന്ന് കാണുകയല്ലേ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഇപ്പറയുന്നതിനെ VS അച്യുതാനന്ദൻ്റെ വായ മൂടിക്കെട്ടാൻ വേണ്ടി കോടതിയെ സമീപിച്ചത് അഭംഗിയായിപ്പോയി എന്ന് കരുതുന്ന ഏതെങ്കിലും ആളുകൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തും ഉണ്ടാവുകയില്ലേ? ഇല്ല മിസ്റ്റർ സനീഷ്, ഒരു പ്രധാന കാര്യം ഇതിൻ്റെ ആസ്പദമായ കേസ് എന്താണെന്ന് ആലോചിക്കണം. മിസ്റ്റർ അച്യുതാനന്ദൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇപ്പോൾ കേരള കൗമുദിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖമോ കേസോ ഒരു ആർഗ്യുമെൻറ്റോ വരികയുണ്ടായി. 23/4/12 ഒരു ഇത് വരികയുണ്ടായി, ലേഖനം പോലെ. അത് ആവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടെന്നാണ്. ഈ കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരാളെ ഇപ്പോൾ പട്ടിയെ പേപ്പട്ടിയാക്കുന്നത് പോലെ കുറ്റം ചെയ്യാത്ത ഒരാളെ കൂടുതൽ കുറ്റം ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി അങ്ങനെ കുറ്റം ചെയ്തവനാണ്, അങ്ങനെ കുറ്റവാളിയാണ്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയല്ല, മുഖ്യമന്ത്രിയായിരിക്കാൻ ശരിയല്ല എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിൽ മിസ്റ്റർ അച്യുതാനന്ദൻ തുടർന്നു വരുന്ന ഈ സമ്പ്രദായം നിർത്തണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിർത്തണമെന്ന് പറയുന്നത് ഒരു അവകാശ നിഷേധം എന്ന അർത്ഥത്തിലല്ല. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ നിരന്തരമായി ഒരു നുണ ആവർത്തിച്ച് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് എൻ്റെ പേരിൽ കേസില്ല. ഉണ്ടെങ്കിൽ തെളിയിക്ക്. എവിടെയാണുള്ളത്? എവിടെയെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? FIR കൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും എന്നെ ശിക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുക. അത് പറയാൻ കഴിയാത്തടത്തോളം കാലം ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, അധാർമികമാണ് എന്ന് പറയുകയും അതിന് ഒരു പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തു. പിന്നെ തെരഞ്ഞെടുപ്പാണ്, 3-4 ദിവസമേ ഉള്ളൂ. ഈ 4 ദിവസത്തിനകം നിരന്തരമായി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ശരിയല്ല ജനാധിപത്യത്തിൽ. ഇതിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്, നിരക്ഷര കുക്ഷികളുമുണ്ട്, അക്ഷരം അറിയാവുന്നവരുമുണ്ട്, വിദ്യാഭ്യാസം ഏറെയുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്, പല പ്രദേശത്തുള്ളവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ 31 കേസുകൾ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ കേസ് ഉണ്ട് എന്ന് വിശ്വസിച്ച് പോകും. അങ്ങനെ വിശ്വസിച്ച് പോകുന്നവരുടെ തീരുമാനത്തെ ഇത് പ്രബലപ്പെടുത്തും. അതുകൊണ്ടാണ് അതിന് ഒരു വിലക്കുണ്ടാകണമെന്ന് പറയുകയും എനിക്ക് അപകീർത്തികരമായി എൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നതിലൂടെ ഉണ്ടാകുന്നൊരു നഷ്ടപരിഹാരം 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത്. ആ നഷ്ടപരിഹാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇദ്ദേഹം ഈ അടുത്ത കാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത് എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നു. ആ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് തടസ്സപ്പെടുത്തണം. ഇല്ലാത്ത കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉപഹർജി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്ത പെറ്റീഷൻ തള്ളി എന്നർത്ഥമില്ല. ഉപഹർജി തള്ളിയെന്നേ അർത്ഥമുള്ളൂ. ആദ്യം കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് വിചാരണ കോടതിയിൽ ചർച്ച ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിചാരണ കോടതിയിൽ ചർച്ച ചെയ്യുമ്പോൾ 2 കൂട്ടരും അവരുടെ പ്രബലമായ വാദമുഖങ്ങൾ നിരത്തട്ടെ. എന്നിട്ട് ശരിയേത് തെറ്റേത് എന്ന് കോടതി തീരുമാനിക്കും. ഇപ്പോൾ വെക്കേഷൻ കോടതിയാണ്. ആ വെക്കേഷൻ കോടതിയിൽ ഈ വക കാര്യങ്ങൾ എടുക്കാനും അത് ചർച്ച ചെയ്യാനും നിർവാഹമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് വന്ന ഒരു തീരുമാനവും വളരെ പെട്ടെന്ന് കൊടുത്ത ഒരു കേസുമാണ്. അത് അധാർമികതയൊന്നുമില്ല. എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു വീഴ്ചയുമില്ല. മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ പേരിൽ കേസില്ല, പക്ഷേ എൻ്റെ പേരിൽ കേസുണ്ട് എന്ന് പറയുന്നു. അത് അധാർമികമാണ്. അതെനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നതിന് സമമാണ്. അതുകൊണ്ട് അത് വിലക്കണം എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു പൗരനെന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമില്ലേ? ആ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകട്ടെ ഒരു വ്യക്തിയാവട്ടെ നിരന്തരമായി അങ്ങനെ നുണ പറയാമോ? ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാമോ? ശ്രീ CP നാരായണൻ, വ്യക്തമാണല്ലോ അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം ഉന്നയിക്കുന്ന വസ്തുതകൾ, പോയിന്റുകൾ വാലിഡ് ആണല്ലോ, വളരെ പ്രധാനപ്പെട്ടതായി തോന്നുന്നല്ലോ. മാനനഷ്ട കേസ് അവിടെ നിൽക്കുന്നുണ്ട്. ആ കേസിൽ ഇതുവരെ കോടതി ആ മാനനഷ്ട കേസ് പിന്നീട് പരിഗണിക്കാമെന്ന നിലക്കാണല്ലോ വെച്ചിരിക്കുന്നത്. നമ്മൾ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞോ? കേസുകൾ ഉണ്ട് എന്നത് ആവർത്തിച്ച് പറയുകയാണ് VS അച്യുതാനന്ദൻ ചെയ്യുന്നത്. എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അത് കേസുകൾ ഇല്ലാത്ത നിലക്ക്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത നിലക്ക് കേസുകൾ എന്നതിൻ്റെ സാങ്കേതികമായ പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായി ശരിയായിരിക്കുന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് നേരെ ഇല്ലാത്ത സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വേദികളിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായ ഇദ്ദേഹം ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതൊന്ന് നിർത്തണം, അത് വിലക്കേർപ്പെടുത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നതിൽ അഭംഗിയൊന്നുമില്ല എന്ന് കാണേണ്ടതല്ലേ അദ്ദേഹം ഈ വിശദീകരിച്ച വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ? തെരഞ്ഞെടുപ്പ് പ്രധാനമാണല്ലോ. VS അച്യുതാനന്ദൻ തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിക്കകത്ത് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇതിന്മേൽ വരുന്ന വിധി തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നതായിരിക്കും എന്നൊരു പോയിന്റ് കൂടെ, എന്നൊരു വാദം കൂടെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ വെച്ചു. എന്ന് വെച്ചാൽ VS അച്യുതാനന്ദനും തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നത് പ്രധാനമാണ്, അത് ഉമ്മൻചാണ്ടിക്കും പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമായിരിക്കെ ആവർത്തിച്ച് എനിക്കെതിരെ കേസില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വേദികളിൽ പറയുമ്പോൾ തന്നെയും പിന്നീട് ആ കള്ളം, എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ ആ കള്ളം, ഇല്ലാത്ത വസ്തുത ആവർത്തിക്കുന്നത് ശരിയല്ല. അതിന്മേൽ മാനനഷ്ട കേസ് കൊടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇനി ഇത്തരം പ്രസ്താവനകൾ നടത്താതിരിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതിന്മേൽ ഇപ്പോൾ ഈ ഹർജി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റേ ആളുടെ അവകാശത്തിന്മേലുള്ള ലംഘനമായിരിക്കുമെന്നതുകൊണ്ട് കോടതി അത് സ്വാഭാവികമായി തള്ളിയത് ഉമ്മൻചാണ്ടിക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമാകുന്നില്ല എന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരും. അല്ല, ഇപ്പം ഞാനത് ഇപ്പോൾ താങ്കൾ തന്നെ പറയുമ്പോൾ ഈ കേസ് ആദ്യം വരുന്നതല്ല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇതിന് മുമ്പേ ഒരു കേസ് വന്നിരുന്നു. ഇത് വെക്കേഷൻ ആയതുകൊണ്ട്, കോടതിക്ക് വെക്കേഷൻ ആയതുകൊണ്ടാണ് മറ്റൊരു ജഡ്ജിയുടെ മുമ്പിൽ വന്നത്. ഇതിനു മുമ്പേ ഉള്ള ജഡ്ജി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഈ ആവശ്യം അന്ന് പരിഗണിച്ചിട്ട് പറഞ്ഞത്
കോടതിയെ നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കത്തിൽ കൊണ്ടുവരരുത്, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് കോടതിയെ ഉപയോഗിക്കരുത് എന്ന് വേണമെങ്കിൽ ഒരു താക്കീതായിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ആ ജഡ്ജി ഇല്ലാത്ത തക്കം നോക്കി, എൻ്റെ ഒരു ഞാൻ പറയാണ്, തക്കം നോക്കി വേറെ ജഡ്ജിയുടെ മുമ്പിൽ ഇത് കൊണ്ടുവന്നു. ഞാനിത് പറയുന്നത് ഈ മഹാൻ ആയ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരുപാട് കോടതികളിൽ പല തരത്തിലുള്ള ആ വാദമുഖങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം നേരെ പോയി പറഞ്ഞു എന്നുള്ളതല്ല, നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ആളുകളെ കൊണ്ട് പഴയ മള്ളൂർ ഗോവിന്ദപിള്ളയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കേസ് നടത്തുന്നതിലുള്ള ഒരുപാട് ജാലവിദ്യകൾ ചെയ്തിട്ടുണ്ടെന്ന് നിയമം നല്ലപോലെ, കോടതിയെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ഈ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർക്കൊക്കെ നന്നായിട്ട് അറിയാം ഒരു കാര്യം. രണ്ടാമത്, നിങ്ങൾ കേസില്ല എന്ന് പറയുമ്പോൾ പാറ്റൂർ കേസ് അതിൽ ഇദ്ദേഹം ഒരു കക്ഷിയല്ലേ, അതുമായി ബന്ധപ്പെട്ട് അത് ലോകായുക്തയുടെ മുമ്പിലുണ്ടോ? 2, എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളതാണ്, ഇവിടെ ടൈറ്റേനിയം കേസ് ഇദ്ദേഹം കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് ഉണ്ടായിരുന്നൊരു പ്രശ്നത്തെക്കുറിച്ച് ആരോ കൊടുത്ത കേസാണ്. ആ കേസ് കേൾക്കാതിരിക്കാൻ നിയമക്കോടതിയിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത ശേഷവും ആ കേസ് തള്ളിപ്പോയിട്ടില്ല. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നാണ് കേസ്. അത് സംബന്ധിച്ച് ചില അന്വേഷണം നടത്തി വിജിലൻസ് ആ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കേസ് കേട്ടിട്ടില്ല. ഈ തരത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കണം. 31 എന്നുള്ള എണ്ണം ശരിയാണോ തുടങ്ങിയുള്ളത് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് കോടതി നോക്കിയിട്ട് ഇപ്പോൾ അത് വി എസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വക്കീലും മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വക്കീലും കോടതിയുടെ മുമ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ചെയ്യട്ടെ. പക്ഷേ താൻ യാതൊരു തരത്തിലുള്ള കേസുകൾക്ക് വിധേയനാകേണ്ടി വരാത്ത രീതിയിൽ വളരെ മാനം മര്യാദയായി ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് അത് ഈ മന്ത്രിസഭയുടെ അവസാന യോഗങ്ങളിലെടുത്ത 800ഓളം തീരുമാനങ്ങളുണ്ടല്ലോ, അത് ചിലത് കോടതിയിൽ പോയപ്പോൾ അതൊക്കെ പിൻവലിക്കേണ്ടി വന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി പല കാര്യങ്ങളിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയ ഒരാൾ. അതുപോലെ ചില കാര്യങ്ങളിൽ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ഞാൻ ഇന്ന ദിവസം ഇവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞത് നിയമസഭയിൽ പോയി പറഞ്ഞു, അദ്ദേഹത്തിന് അവിടെ പോയി തിരുത്തേണ്ടി വന്നു. അപ്പോൾ സൗകര്യം പോലെ വാക്കുകൾ മാറിപ്പറയുകയൊക്കെ ചെയ്യുന്ന ആളെന്ന് കേരളത്തിലെ ജനകീയ കോടതിക്ക് നല്ലപോലെ അറിയാം. അവിടെ പ്രതിപക്ഷ നേതാവ് VS ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനകീയ കോടതിയിൽ വക്കീലിനെ പോലെ രാഷ്ട്രീയ നേതാക്കൾ വാദിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ടാണ് നിയമക്കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കോടതിയിൽ പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വായടച്ചു കെട്ടാൻ അദ്ദേഹം നിയമക്കോടതി ഉപയോഗിച്ച്, പക്ഷേ നിയമക്കോടതി ഞങ്ങളെ ഉപയോഗിക്കേണ്ട, ഞങ്ങൾ മാവിലായിക്കാരാണ് എന്ന് 2 കോടതിയും പറഞ്ഞു. എനിക്കതാണ് അതാണ് പ്രൊഫസർ ബാലേന്ദ്രൻ, അതാണ് അതായത് ജനകീയ കോടതി, അതിൻ്റെ ഏറ്റവും പരമമായ കോടതി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോകുമ്പോൾ അവിടെ വാക്കുമുട്ടി നിൽക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമക്കോടതികളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഈ കേസുകളുടെ കാര്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ സരിത എസ് നായർ സോളാർ കമ്മീഷന് മുമ്പാകെ രേഖകളും അവർ തെളിവുകളെന്ന് പറയുന്ന സംഗതികളും ഹാജരാക്കിയതിനു ശേഷം പുറത്തു വന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കൂടെയാണ്. മല്ലേലി ശ്രീധരൻ നായരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതായി ആണല്ലോ ഉള്ളത്. അദ്ദേഹത്തെ കാണുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ ഞാൻ നൽകിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. നാട്ടുകാർക്ക് മുന്നിൽ എന്ന് വെച്ചാൽ ഒരുപക്ഷേ ഏറ്റവും പരമമായ കോടതിയായിട്ടുള്ള ജനകീയ കോടതിക്ക് മുന്നിലുള്ള ആക്ഷേപങ്ങൾ, കേസുകൾ നിരവധിയാണ് അദ്ദേഹം പറഞ്ഞതുപോലെയുള്ളവ. ആ കേസുകളിൽ അതിൻ്റെ മെറിറ്റ് സംബന്ധിച്ച് മറുപടി നൽകാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ VS അച്യുതാനന്ദൻ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട യാകാശം പോലെ ഈ സകല സ്ഥലത്തും ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നത്. സത്യം അതിനുള്ള മറുപടി പറഞ്ഞ് വിജയിക്കാനാകാത്തത് കൊണ്ടാണ് ഏത് വിധേനയെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂലമായ നിലപാട് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് കരുതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നീങ്ങുന്നത്. അതിന് തിരിച്ചടിയാണ് കിട്ടിയത്. സനീഷ്, അത് ശരിയല്ല. കാരണം ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ജനാധിപത്യമാണ് ഇവിടെ വാഴേണ്ടതെങ്കിൽ, നിയമവാഴ്ചയാണ് നടക്കേണ്ടതെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കണ്ടേ? ഈ അസംബ്ലി നിയമനിർമ്മാണ സഭയാണ്.
ആ അസംബ്ലിക്കകത്ത് നടത്തിയ വാദകോലാഹലങ്ങൾ എന്ത് ഭയങ്കരമായിരുന്നു. ജനാധിപത്യത്തോട് വിശ്വാസമുള്ളതുകൊണ്ടാണോ? അവിടെ ചേംബർ തകർത്തില്ലേ, കമ്പ്യൂട്ടർ തകർത്തില്ലേ, വാച്ച് ആൻഡ് വാട്സിനെ മർദ്ദിച്ചില്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വെടിക്കെട്ട് നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റി എങ്ങനെയും വോട്ട് നേടാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ സരിത ഇതൊരു പെയ്ഡ് കേസാണ്. വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ത്രീ എത്രയോ കാലത്തിന് മുമ്പ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കേസുകൾ ഉണ്ട് എന്ന് പറയുന്ന കത്ത് ഒരു നിമിഷം നമുക്ക് സരിത എസ് നായരുടെ ആരോപണത്തിലേക്ക് ഒന്നുകൂടെ വരേണ്ടതുണ്ട്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം ശ്രീ ബാലചന്ദ്രൻ, താങ്കളിലേക്ക്. സരിത എസ് നായരുടെ ആ ആക്ഷേപങ്ങളിലേക്ക് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ഒന്ന് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ അപ്പോൾ തന്നെയും മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ആ മുഖ്യമന്ത്രിയും പ്രൊഫസർ ബാലചന്ദ്രനും ഉന്നയിക്കുന്ന ആ വസ്തുതകളായി തന്നെ കാണേണ്ടേ? നിയമത്തിൻ്റെ മുന്നിൽ, കോടതിക്ക് മുന്നിൽ കേസ് എന്നാൽ എന്താണോ അതിൻ്റെ കൃത്യമായ രൂപമേ പരിഗണിക്കാനാവുകയുള്ളൂ. കേസുണ്ട് എന്ന് ഈ പറയുന്ന ജനകീയ കോടതി എന്ന് പറയുന്ന സകല സ്ഥലത്തും അദ്ദേഹം പ്രസംഗിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കേസായിരിക്കണം അവ. ഇന്നിപ്പോൾ സത്യവാങ്മൂലം നൽകാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ട് പോലും അതിന് വി എസ് അച്യുതാനന്ദൻ അഭിഭാഷകൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് കേസുകളല്ല എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. FIR ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കേസാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അഭിഭാഷകരെ തിരുത്തി പറയേണ്ടി വന്നു. അപ്പോൾ വസ്തുതകൾ പ്രധാനമാണല്ലോ. തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ തന്നെയും കവലപ്രസംഗത്തിൽ നടത്തുകയാണെങ്കിൽ തന്നെയും ഉന്നത സ്ഥാനത്തുള്ള, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തുള്ള ആളുകൾക്കെതിരെ ഇത്ര രൂക്ഷമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നിയമപരമായി കൂടെ അല്ലെങ്കിൽ വസ്തുതാപരമായി കൂടെ കൃത്യമായിരിക്കണം എന്ന ആലോചന പ്രതിപക്ഷ നേതാവിന് കൂടെ വേണ്ടതായിരുന്നില്ലേ? ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സത്യവാങ്മൂലം അവിടെ എത്താതെ തന്നെ കോടതി വളരെ വിശദമായി ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു കേസാണ്. സത്യവാങ്മൂലം ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ പരാമർശങ്ങളെതിരായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് വന്നേനും. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ കാണുന്നത് ഈ അപകീർത്തി വകുപ്പിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനിൽ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സത്യവാനാണ്, അദ്ദേഹം സത്യസന്ധനാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതായിട്ട് വ്യാഖ്യാനിക്കാം. ഇവിടെ ശ്രീ അച്യുതാനന്ദൻ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പൊരു സംഭവം ഉണ്ടായി, എല്ലാവരും അങ്ങ് മറക്കരുത്. ലോകായുക്തയിൽ ഒരു അപേക്ഷ കൊടുത്തു ഒരു കക്ഷി, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എത്ര കേസുണ്ടെന്ന് ചോദിച്ചു. കൃത്യമായ മറുപടി വന്നു, 28 കേസുണ്ടെന്ന് പറഞ്ഞു. അച്യുതാനന്ദൻ അതിൻ്റെ കൂടെ 3 കൂടെ വേറെ അദ്ദേഹത്തിൻ്റെ അറിവിലുള്ളത് കൂട്ടിക്കാണും. എന്നിട്ട് 31 കേസുണ്ടെന്ന് അച്യുതാനന്ദൻ പറഞ്ഞു. ഈ ലോകായുക്തയുടെ മറുപടി ഇരിക്കുമ്പോൾ അച്യുതാനന്ദൻ്റെ പ്രസ്താവനയെല്ലാം കഴിഞ്ഞപ്പോൾ ലോകായുക്ത ഒരു വിദേശ യാത്രയിലായിരുന്നപ്പോൾ ഉപലോകായുക്തയെ വിളിച്ച് ഒരു പ്രസ്താവന പത്രത്തിൽ വരുത്തി. ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞു. ലോകായുക്ത തിരിച്ചു വന്നിട്ട് ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പത്രത്തിൽ വായിക്കുന്നതാണ്, നമുക്ക് പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. ഈ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് അച്യുതാനന്ദൻ ഉദ്ദേശിച്ചതും ശരിയായ വിവരം കിട്ടിയപ്പോഴാണ്. അത് കേസല്ല എന്ന് അവർ പറയട്ടെ. അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ ഒരു ജനവും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ലെന്ന് വിശ്വസിക്കുന്നില്ല. ഇനി എതിര് പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ടെമ്പററി ഇഞ്ചക്ഷൻ വാങ്ങിക്കുകയാണ് നടപടിയെങ്കിൽ ആദ്യം വാങ്ങിക്കേണ്ടിരുന്ന KPCC പ്രസിഡന്റ് VM സുധീറിനെതിരെയാണ്. അദ്ദേഹം പറഞ്ഞു ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാനാവില്ലെന്നൊരു വാക്കാ ഉപയോഗിച്ചു. നോക്കൂ, ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാനാകില്ലെന്ന് ആര് പറയുന്നു? KPCC പ്രസിഡന്റ് സത്യമാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പറയട്ടെ അദ്ദേഹം പറഞ്ഞത് കള്ളമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ സത്യം, രണ്ടും പറയാൻ പറ്റുമോ? അതുപോലെ എത്ര പേര് ഭരണകക്ഷിയുടെ പ്രമുഖ നേതാക്കന്മാർ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എല്ലാം ഒപ്പിട്ടിട്ട് ഒരു മന്ത്രി പറയുന്നു ഞാനൊന്ന് 10-200 കടലാസ് ഒപ്പിട്ടു, ഞാനൊന്നും അറിഞ്ഞില്ലെന്ന്. റവന്യൂ വകുപ്പിൻ്റെ അവസാന നിമിഷം എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതേപ്പറ്റി അതിനകത്ത് വലിയ ആരോപണങ്ങൾ AK ആൻ്റണി പറയുന്നുണ്ട്, VM സുധീരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ട്, G ബാലചന്ദ്രൻ ഇടയ്ക്ക് പറയുന്നുണ്ടാവും. പക്ഷേ എന്താ പ്രശ്നം? ഇതെല്ലാം അവിടെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങളാകെ കൺഫ്യൂഷനിലല്ല. ഇപ്പം ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ ജനങ്ങൾക്ക് വ്യക്തമായത് കൊണ്ടൊന്ന് തടഞ്ഞൊരു സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേഷൻ കാലത്ത് ആവശ്യമില്ലാതെ മുനിസിപ്പൽ കോടതി കിടന്ന കേസിൽ ഒരു ഇടക്കാല ഹർജിയുമായിട്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് പോയി. ചിലപ്പോൾ ഇന്നിപ്പോൾ കോടതി ഒരു നിരോധന ഉത്തരവ് കൊടുത്തിരുന്നതിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കോടതി നടപടി സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ജുഡീഷ്യൽ ഓഫീസർമാരെക്കുറിച്ചും കോടതികളെക്കുറിച്ചും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെടാറുണ്ടല്ലോ.
അങ്ങനെ വല്ലതുമൊക്കെ സംഭവിപ്പിക്കാനുള്ള ഈ ഫോറം ഷോപ്പിംഗ് എന്ന് പറയും, ഈ ഞങ്ങൾ പറയും ഫോറം ഷോപ്പിംഗ്. നേരത്തെ മിസ്റ്റർ നാരായണൻ സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പൽ നേരത്തെ പറഞ്ഞു ഇത് രാഷ്ട്രീയ കളരിയാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കേസ്. എന്താ ഇത് തടയണമെങ്കിൽ അന്നേരം എന്താ ഹർജി കൊടുക്കാഞ്ഞേ? ഇത് സ്ഥിരമായിട്ട് തടയണമെന്ന് അതിനകത്ത് പ്രയർ വെക്കാഞ്ഞത് എന്താണ്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും വെക്കാനും പറ്റില്ല, അങ്ങനെ വെച്ചിട്ടില്ല. ഒന്നും ചെയ്യാതെ കൃത്യം വെക്കേഷന് ഇലക്ഷൻ്റെ തലേ ദിവസം വന്നിട്ടൊരു ഉത്തരവ് വാങ്ങിക്കാം, പത്രത്തിൽ 8 കോളം നിരത്താം, ടി വിയിൽ ചർച്ചയാക്കാം എന്നൊക്കെ വിചാരിച്ചത് അപക്വമായ ഒരു ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. അത് എന്തായാലും അതിന് തക്ക ഈ ഞങ്ങൾ തിരിച്ചു വരാം. ഒപ്പം മറ്റ് അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ 3 പേരിലേക്കും എത്താം. ശ്രീ CP നാരായണൻ, നമുക്ക് സമയം കുറവേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ കോടതി കേക്ക് സമീപിക്കേണ്ടി വരുന്നതിൽ ഇന്ന് തന്നെ നേരത്തെ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന സരിത എസ് നായരുടെ ആക്ഷേപങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് 5 കൊല്ലം ഭരിച്ചതിന് ശേഷം ആരോപണങ്ങളുണ്ട്. സ്വാഭാവികമായും കുറേയേറെ ആരോപണങ്ങൾ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ എങ്കിൽ തന്നെയും എത്രക്ക് രൂക്ഷമായാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്? സരിത എസ് നായരുടെ ആക്ഷേപങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാത്തിടത്തോളം തെരഞ്ഞെടുപ്പ് പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഇങ്ങനെ തുടരെ കേസുകൾ ഉണ്ടെന്നും ഇത്രമേൽ മോശമായിട്ടുള്ള സംഗതികൾ ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നതിൽ ഏതെങ്കിലും നിലയ്ക്ക് ഇടപെടണം എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നതിൽ എന്ത് തെറ്റാണ് ഉണ്ടാവുക? അത് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് പരാജയമേറ്റു, തിരിച്ചടിയായി എന്നൊക്കെ പറയുന്നതിൽ ഒരല്പം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടതല്ലേ നമ്മൾ? അല്ല, അതിൽ ഒരു കാര്യം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയോ എന്നപ്പോൾ അദ്ദേഹം ചില അവകാശവാദങ്ങൾ നടത്തി. എൻ്റെ ജീവിതം, എൻ്റെ പ്രവർത്തനം എല്ലാം തുറന്ന പുസ്തകമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി CCTV വെച്ചു. ആ CCTV സരിത എസ് നായരും അദ്ദേഹം കൊണ്ടുവന്ന കോൺഗ്രസ്സുകാരനായ ഒരു കോൺട്രാക്ടറും മുഖ്യമന്ത്രി കണ്ട ആ രംഗമില്ല. ആ CCTV പരിശോധിക്കാൻ വിദഗ്ധർ തയ്യാറായി. അത് മായ്ച്ചു കളഞ്ഞാൽ പോലും അതിന്ന് ഈ കമ്പ്യൂട്ടറിൽ എന്ന പോലെ ഈ കാര്യങ്ങൾ എടുക്കാം. പക്ഷേ അത് പരിശോധിക്കാൻ തയ്യാറായില്ല. ഒരുപാട് പേർ ഈ കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന, സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ, നിയമ പരിചയമുള്ളവർ, ഇങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ, ഞാൻ ഈ ഒരു കാര്യത്തിലില്ല. സരിത എസ് നായരെ എന്തൊക്കെ ആയിക്കോട്ടെ, അവർ എല്ലാം കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ടുള്ള ഈ ലൈംഗികമായ ആരോപണങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അവരെന്താ ചെയ്തത്? അവരിവിടെ ഒരു പ്രവർത്തനം നടത്താൻ വന്നതാണ്. സോളാർ പാനലൊക്കെ വെച്ച് ഒരു ബിസിനസ് നടത്താൻ വന്നതാണ്. ആരോപിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 2 കോടിയോളം രൂപ വാങ്ങിയെന്നാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്ഥിതിയിൽ മുഖ്യമന്ത്രി തന്നെയാണ് എത്തിച്ചത്. ഇവരെ അറിയേയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം. കണ്ടിട്ടേ ഇല്ല. പിന്നെ പറഞ്ഞു 3 തവണ കണ്ടുവന്ന്. ഡൽഹിയിൽ കണ്ട് ഒരു ദിവസം, അത് അവിടെ മുഖ്യമന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്ന ഒരു മറ്റേ സമ്മേളനത്തിൽ പോയതാണ്. ആ സമ്മേളനത്തിന് അന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അത് അസംബ്ലിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസംബ്ലി പറഞ്ഞു ഞാൻ അന്ന് പോയിട്ടേ ഇല്ലെന്ന്. അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ശരിയല്ല, ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കിയത് കൊണ്ടാണ് താങ്കളിപ്പോൾ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ സരിത എസ് നായരോ മറ്റുള്ളവരോ പറയുമ്പോൾ ആ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ചെളിയല്ല, യഥാർത്ഥത്തിൽ എന്തോ ഉണ്ട് എന്ന പ്രതീതി ജനങ്ങൾക്ക് തോന്നാനിടയാക്കിയത് ആദ്യം അദ്ദേഹം അവകാശപ്പെട്ടതെന്തോ അത് അദ്ദേഹം പ്രയോഗത്തിൽ കൊണ്ടുവന്നില്ല. താൻ ട്രാൻസ്പെറൻ്റാണ്, തൻ്റെ പ്രവർത്തനമെല്ലാം സുതാര്യമാണ് എന്ന് പറഞ്ഞത്, ആ പ്രവർത്തനമെല്ലാം അദ്ദേഹത്തിന് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അതൊക്കെ അതാര്യമാക്കും, ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ സുതാര്യമാക്കുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായി അദ്ദേഹത്തിന് ഓഫീസിനെ പറ്റി, ഇങ്ങനെ പലതിനെ പറ്റി ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ്
താങ്കൾ ഈ പറഞ്ഞ ഈ പ്രയാസം എത്തിയത്. അത് കോടതിയെ കൊണ്ട് ആരുടെയെങ്കിലും വായടപ്പിക്കുന്നത് വഴി ജനങ്ങളെ വിശ്വസിപ്പിക്കാനാവില്ല. തീർച്ചയായും ഞാൻ വരാം തിരിച്ച് താങ്കളിലേക്ക്. പ്രൊഫസർ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ, മാനനഷ്ട കേസ് അവിടെയുണ്ട്, അതിന്മേൽ തീരുമാനം പിന്നീടല്ലേ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ കോടതിക്കകത്ത് തന്നെ VSന്റെ അഭിഭാഷകൻ കേസെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആരോപിച്ചിട്ടില്ല, FIR ഇട്ടതായി എവിടെയും പറഞ്ഞിട്ടില്ല എന്ന അദ്ദേഹത്തിനെതിരെയുള്ള മാനനഷ്ട കേസിന് ആധാരമായിട്ടുള്ള ആരോപണത്തെ നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മാനനഷ്ട കേസിൻ്റെ ഭാവി ഇന്നതായിരിക്കും, അത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടായിരിക്കും വരിക എന്ന് തോന്നലുണ്ടാക്കുന്നതല്ലേ? ഒരിക്കലുമല്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ട് ആകെക്കൂടി ഇവിടെ ഇപ്പോൾ 1 ലക്ഷം രൂപ ചോദിച്ച് ഒരു കേസ് കൊടുക്കാനിടയായത് 31 കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് പറഞ്ഞതാണ്. 31 കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല മാനനഷ്ടമുണ്ടോ? 31 കേസ് ഇല്ലാതെ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ. അപ്പോൾ മാനനഷ്ടമൊന്നും വെറുതെ കേസുണ്ടെന്ന് പറഞ്ഞാൽ മാനനഷ്ടമൊന്നും ഇല്ല. അത് മാനനഷ്ട കേസ് കൊടുത്ത് തന്നെ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മാനത്തിന് ഒരു 100 കോടി രൂപയൊക്കെ ചോദിച്ച് കൊടുത്തിരുന്നെങ്കിൽ ആ കേസിനൊരു വിലയുണ്ടായിരുന്നു. വെറുതെ ഒരു കേസുണ്ടെന്ന് വരുത്താൻ കോടതിയെ രാഷ്ട്രീയ കളിക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത ഇടപാടാണ്. ഞാൻ ഇപ്പം തന്നെ മുൻകൂട്ടി പറയാം, ഈ കേസ് മുഖ്യമന്ത്രി നടത്തൂല. ഈ കേസ് തെളിവ് കൊടുത്തൊന്നും മുഖ്യമന്ത്രി നടത്തൂല, ഉമ്മൻചാണ്ടി നടത്തൂല. തൽക്കാലം ഒരാശ്വാസത്തിന് ചെയ്ത കാര്യമാണ്. അത് പോട്ടെ, നമുക്ക് ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൂടാ, പ്രവചിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ സംശയം അതല്ല. ശരിയായ മാനനഷ്ടം ഉണ്ടെങ്കിൽ എത്രയോ കാലം മുമ്പ് അച്യുതാനന്ദനെതിരെ ഉമ്മൻചാണ്ടി കേസ് കൊടുക്കണമായിരുന്നു. അച്യുതാനന്ദൻ ഇന്ന് തുടങ്ങിയല്ലോ. ഈ 5 കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒക്കെ തന്നെ എന്തെല്ലാം ഈ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങളുണ്ട്. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, സമയക്കുറവുകൊണ്ടാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ പ്രൊഫസർ ബാലചന്ദ്രൻ, അതാണ് എത്രയോ നേരമായി, എത്രയോ കാലമായി ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഒന്നുമില്ലാത്ത വ്യഗ്രത, ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ടാണ്. ശരിയാണ്, സങ്കടകരമാണ്. അദ്ദേഹത്തെ പോലെ, മുഖ്യമന്ത്രിയെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് പോലെ 5 വർഷം കൂടുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ട സമയത്ത് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്, അതിൽ കോടതിക്ക് മുമ്പാകെ പോവുകയും അതിൽ ചെറുതായെങ്കിലുമുള്ള തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുന്നതൊക്കെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ അത് സ്വയം ചെയ്ത കുഴപ്പം പിടിച്ച കാര്യങ്ങളുടെ ഫലമാണ് എന്നതാണ് അപ്പുറത്തുള്ള 2 ആളുകളും പറഞ്ഞു വെക്കുന്നത്. താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അങ്ങനെ തന്നെയല്ലേ അത്? അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ ഒരു നല്ല അഭിഭാഷകനാണ്. അവ സ്വാഭാവികമായി നിഷ്പക്ഷനായി അദ്ദേഹം ഈ വക കാര്യങ്ങളെ കാണും എന്ന് ഞാൻ കരുതി. പക്ഷേ വളരെ പക്ഷപാതപരമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. 31 കേസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടല്ല കേസ്. 31 കേസ് ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുകയും അങ്ങനെ മുഖ്യമന്ത്രി കുറ്റവാളിയാണെന്ന് പറയുകയും ആ കുറ്റവാളിയായ ആൾ ശിക്ഷിക്കപ്പെടണമെന്ന് പറയുകയും ചെയ്യുന്നതിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ 31 കേസുണ്ട്. ഇപ്പോൾ രാജേന്ദ്രൻ നായർക്കെതിരെ ഞാൻ പറയുകയാണ് 10 കേസുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് മുഖ്യമന്ത്രിയാണ്, തെരഞ്ഞെടുപ്പാണ്, അതിൽ പ്രബലമായി നിൽക്കുന്ന 2 കക്ഷികളാണ്. ആ കക്ഷികളിൽ ഒരു UDFനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഈ ആരോപണങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ഇല്ലാത്ത ആരോപണങ്ങൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അഭിഭാഷകൻ തന്നെ പറയുന്നു അത് തെളിയിക്കപ്പെടാൻ കഴിയുന്നില്ല, സത്യവാങ്മൂലം ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന സാഹചര്യത്തിൽ മിസ്റ്റർ രാജേന്ദ്രൻ നായർ അതിന് ഒരു വക്കാലത്ത് പിടിച്ചുകൊണ്ട് ശ്രീ അച്യുതാനന്ദന് അനുകൂലമായി പറയേണ്ട കാര്യമില്ല. ഇവിടെ എൻ്റെ വാദം അതല്ല. ഇവിടെ ഒരു ഘടകത്തിലല്ല, 1000 മുനകൾ കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകേണ്ട കാര്യമുണ്ടോ? ആശയപരമായി യുദ്ധം ചെയ്യട്ടെ, നയപരമായി യുദ്ധം ചെയ്യട്ടെ, ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്യട്ടെ. ഇവിടെ വികസനത്തിൻ്റെ കാര്യവും കരുതലിൻ്റെ കാര്യവും UDF പറയുന്നു. അപ്പുറത്ത് എന്താണ് പറയാനുള്ളത്? കൊലപാതക രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നുണ്ടോ? ഷുക്കൂർ വധക്കേസ്, ഷുക്കൂറിനെ ഒരു വയലിൻ്റെ നടുവിൽ പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചിട്ട് ദൂരെ നിന്ന് വന്ന് കൊല്ലിക്കുകയായിരുന്നു. അപ്പോൾ ആധുനിക മാധ്യമങ്ങളെ മുഴുവൻ ഉപയോഗിച്ച് കൊലപാതക രാഷ്ട്രീയം നടത്തുന്നു. നാദാപുരത്ത് എന്താ നടന്നത്? എന്തിനാണ് ഈ ബോംബുണ്ടാക്കുന്നത്? എന്തിനാണ് വാളുണ്ടാക്കുന്നത്? എന്തിനാണ് തോക്കുണ്ടാക്കുന്നത്? 2 പേർ കൊല ചെയ്യപ്പെട്ടില്ലേ, പാവപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ? അപ്പോൾ സ്വാഭാവികമായി സ്വന്തം പാർട്ടിക്കകത്തുള്ള, സ്വന്തം മുന്നണിക്കകത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണ്ടേ? 617 കേസുകളാണ് ഇവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ളത്. സത്യവാങ്മൂലം കൊടുത്തതാണ്, നോമിനേഷൻ കൊടുത്തപ്പോൾ സത്യവാങ്മൂലം കൊടുത്തതാണ്. അവിടെയാണ്
ഒരു കേസ് പോലും ഉണ്ട് എന്ന് പറയാതെ സത്യവാങ്മൂലം കൊടുത്ത മുഖ്യമന്ത്രിക്കെതിരെ 31 കേസുകളുണ്ട്. എന്നാൽ 617 കേസുകളുള്ള ഇടതുപക്ഷത്തിലെ MLA-മാരുടെ കേസുകളെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുക, ഇത് കാണണ്ടേ? ഇത് നിഷ്പക്ഷമായ കാര്യത്തിൽ ഞാൻ കോളേജിൽ പഠിപ്പിച്ചു വന്ന ഒരാളാണ്, വെറും രാഷ്ട്രീയക്കാരൻ മാത്രമല്ല. അപ്പോൾ സ്വാഭാവികമായും നിഷ്പക്ഷമായും ഇതിൻ്റെ നല്ലതും തീയതും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ഇത് ആവിഷ്കരിക്കേണ്ടത്. തീർച്ചയായും ഞാൻ ഇടപെടുന്ന പ്രൊഫസർ ബാലേന്ദ്രൻ, സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്ന പ്രൊഫസർ ബാലേന്ദ്രൻ. തീർച്ചയായും ഇതിൻ്റെ നല്ലതും ചീത്തയും കണ്ടുകൊണ്ട് അതിന്മേൽ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ ജനസമൂഹത്തിന് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ്. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ആ ജനകീയ കോടതിയുടെ കൂട്ടായ്മ ഉണ്ടാകുന്നത്, അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. അവിടെ ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ CP നാരായണൻ, പ്രൊഫസർ G ബാലേന്ദ്രൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും www.media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.